ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വന്നിറങ്ങുന്നതും പോകുന്നതുമായിട്ടുള്ള KSRTC ബസ് ടെർമിനൽ കോംപ്ലക്സ് ആയിട്ടുള്ള തമ്പാനൂരിലാണ്. UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയാണ് പ്രഖ്യാപനമായി നൽകുകയും ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഇതിനോടകം തന്നെ സൗജന്യ യാത്രയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയി വരാം. സൗജന്യ യാത്ര വേണമെന്നില്ല, ഇല്ല. കാരണം അവകാശപ്പെട്ട ആനുകൂല്യം കിട്ടിയ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ യാത്ര നല്ലതാണ്. എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. ഇപ്പോൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ കൊണ്ടുവരണം. അല്ലാതെ എല്ലാ വിമൻസിനും ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ സർക്കാരിനും ലാഭമായിരിക്കത്തില്ല. ഇപ്പം നമ്മുടെ ഇലക്ട്രിക് ബസ് പോലുള്ള അത്തരത്തിലുള്ള ചെറിയ സിറ്റി റൈഡ് പോലുള്ള സംഭവങ്ങളിൽ കൊടുക്കുന്നത് കുഴപ്പമുണ്ടാവത്തില്ലായിരിക്കാം. ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു നല്ല കാര്യം തന്നെയാണ്. ബട്ട് സ്റ്റിൽ അത് ഡിസേർവ് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഈ പറഞ്ഞ പോലെ ക്രൈറ്റീരിയാസൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അത് ഉപകാരപ്പെടുന്നത്. അപ്പോൾ റാദർ ദാൻ എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ അപ്പീസ്മെൻ്റ് എന്നതിനെക്കാട്ടിലും ശരിക്കും വേണ്ടവർക്ക് അത് എത്തിപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതിന് അതിൻ്റേതായ ഹാർഡിൽസ് കാണും, പക്ഷേ ഒരു സ്ട്രോങ് ഇംപ്ലിമെൻറ്റേഷനുള്ള ബില്ലുണ്ടെങ്കിൽ നടക്കുമായിരിക്കാം. ബട്ട് സ്റ്റിൽ എ ക്വസ്റ്റ്യൻ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ പോളിറ്റിക്സിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ്. അതായത് കേരളം എന്ന് പറയുന്നത് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പം ഈ അതർ സ്റ്റേറ്റ്സ് പോലെ അല്ല. അപ്പം ഈ സ്ത്രീകളാണെങ്കിൽ പോലും പല കാറ്റഗറി ഉണ്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള. അപ്പോൾ ഈ പറഞ്ഞൊരു ബെൻസുള്ള ഒരു ലേഡി ആണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എന്ന് പറയുന്ന ഒരു ജെൻഡറിൻ്റെ ഇതുമായിട്ട് വരില്ലല്ലോ. ഇപ്പോൾ ജെൻഡർ ഇതായിട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എനിക്കത് വളരെ പ്രാക്ടിക്കലായിട്ട് തോന്നുന്നില്ല.